നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറഞ്ഞൊരു പ്രേത അനുഭവ കഥകളാണ്. എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടം അതാണ്. പക്ഷെ ഇതുപോലെ തന്നെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് നമുക്ക് വരുന്ന ശത്രുദോഷങ്ങളോ കൂടപത്രങ്ങളോ പോലുള്ളത്. അപ്പോൾ കൂടപത്രം എന്നൊരു പേര് കേൾക്കുമ്പോൾ അതൊരു വൃത്തികെട്ട പേര്, ഒരു കേൾക്കാൻ തന്നെ ഒരു സുഖമില്ലാത്ത എന്തോ ഒരു നാണക്കേടോ ഭയമോ ഉണ്ടാകുന്നൊരു പേര്. പക്ഷെ അതിന്ന് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നുണ്ട്. മുതൽ ഈ പ്രേതബാധയായാലും കൂടപത്രമായാലും ശത്രുദോഷമായാലും ഇതേ സ്വഭാവത്തോടുകൂടി ഇതേ അനുഭവത്തോടുകൂടി നമുക്ക് വരുന്ന ഒരുപാട് രോഗങ്ങളുണ്ട്, മാനസിക പ്രശ്നങ്ങൾ. ചില ആൾക്കാർക്ക് മാനസികമായിട്ട് ഒരു ഡിപ്രഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ചില ലക്ഷണങ്ങൾ കാണിക്കും. അപ്പോൾ ചിലവർ വന്നിട്ട് അവർ തന്നെ തീരുമാനിക്കുന്നു, എനിക്ക് ശത്രുദോഷമുണ്ട്, എനിക്ക് കൂടപത്രമുണ്ട്, എനിക്ക് പ്രേതബാധയുണ്ടെന്നൊക്കെ. പക്ഷെ നമ്മൾ ആദ്യം അതെന്താണെന്ന് മനസ്സിലാക്കണം. ദോഷമാണെങ്കിൽ മാത്രമേ നമുക്ക് ഞങ്ങളെപ്പോലുള്ളവരടുത്ത് വരാവൂ. ഇല്ലെങ്കിൽ ഡോക്ടറെ കണ്ട് ചികിത്സിക്കുക, ഇല്ലെങ്കിൽ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോവുക. ഞാൻ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി പോകൂ എന്ന് പറഞ്ഞതിൻ്റെ ഒരു കാരണമുണ്ട്. എൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വരാറുണ്ട്. ഈ ഇടയ്ക്ക് വന്നൊരു അനുഭവമാണ്. രണ്ട് കൂട്ടുകാരികൾ, അതിലൊരു കൂട്ടുകാരിക്ക് മറ്റൊരു കൂട്ടുകാരുടെ നല്ല ജീവിതം കണ്ടിട്ട് അസൂയ തോന്നി. ഈ നന്നായി ജീവിക്കുന്ന കൂട്ടുകാരിയെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവരുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാക്കി അവരുടെ ഭർത്താവിനെ കുറിച്ച് വളരെ മോശമായിട്ട് പറഞ്ഞ് വിശ്വസിപ്പിച്ചു. അപ്പം ഈ പറഞ്ഞു കൊടുക്കുന്ന കൂട്ടുകാരിക്കറിയാം ഞാൻ പറയുന്നത് അവൾ അക്ഷരം പ്രതി വിശ്വസിക്കും എന്നുള്ളത്. അങ്ങനെ വിശ്വസിച്ച് വീട്ടിൽ വന്ന് ഈ സ്ത്രീ ഭ്രാന്ത് കാണിക്കുമ്പോഴൊക്കെ കാണിക്കുന്നു, ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നു, ഭർത്താവുമായിട്ട് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ എല്ലാവരും വിചാരിച്ച് ഇവർക്കെന്തോ ആരോ ശത്രു ചെയ്ത ദോഷമാണെന്നുള്ളതിനെക്കുറിച്ച്. അത് പിന്നീട് ഞാൻ പറഞ്ഞു ആ കാര്യം നോക്കി മനസ്സിലായി യഥാർത്ഥത്തിൽ ആരാണ് അതിൻ്റെ കാരണക്കാര്യം അവർ കണ്ടുപിടിക്കുകയൊക്കെ ചെയ്തു. അതിനെക്കുറിച്ച് ഞാൻ വിശദമായി തന്നെ ഒരു എപ്പിസോഡ് ഞാൻ ചെയ്യാൻ കാരണം ഇതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടുന്നൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പ്രേതബാധ, ഒരു പ്രേത അനുഭവ സംഭവമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് അനുസരിച്ച് വിളിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രേത അനുഭവത്തിലേക്ക് കിടക്കാം. കാര്യം പ്രേത അനുഭവങ്ങൾ അതെല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. കാര്യം എല്ലാവരും അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. ഞാൻ ഈ പ്രേത സംഭവങ്ങൾ ഞാൻ നേരിട്ട് പോയി പരിഹരിക്കുന്നതാണ്. വർഷങ്ങളായിട്ട് ഞാൻ ഇതിൻ്റെ പിന്നിലുണ്ട്. എൻ്റെ പ്രധാനം ഞാൻ ഇത് കണക്ക് പ്രേതത്തെ പിടിക്കാൻ പോകുന്നതാണ്. ഇന്ത്യയിൽ ഇനി ഒരു 3 സ്റ്റേറ്റുകളിൽ മാത്രമേ ഞാൻ പോകാനുള്ളൂ. ബാക്കി എല്ലാ സ്റ്റേറ്റിലും ഞാൻ ഈ പ്രേതം പിടിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കിയിരിക്കണമെന്ന് പറയാൻ കാരണം, മനുഷ്യനുണ്ടെങ്കിൽ നമുക്ക് ചുറ്റിനും പ്രേതങ്ങളുമുണ്ട്. അപ്പം പ്രേതങ്ങൾ എന്താണെന്നും എങ്ങനെയാണെന്നും അതെങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നും നമ്മളിലേക്ക് എങ്ങനെ പ്രവേശിക്കുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് ഞാൻ ഒരുപാട് എപ്പിസോഡ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു അനുഭവത്തിലേക്ക് കിടക്കാം. അതായത് ഒരു അച്ഛനും അമ്മയ്ക്ക് 2 ആൺകുട്ടികൾ, വിവാഹപ്രായമെത്തിയ 2 ആൺകുട്ടികൾ. അതിൽ മൂത്തയാൾ കല്യാണം കഴിക്കുന്നു. മൂത്തയാൾ കല്യാണം കഴിച്ചു, നല്ലൊരു പെൺകുട്ടി വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ ഈ കല്യാണം കഴിച്ച് വന്ന വീട്ടിൽ ഒരുപാട് സ്വത്തുവകകളുള്ളവരാണ്. ഒരു പഴയ ഒരു ജന്മി തറവാടാണത്. ഒരുപാട് സ്വത്തുവകകൾ. ഇത് രണ്ടും ഈ അച്ഛനും അമ്മയ്ക്കും ഒരുപാട് സ്വത്തുണ്ട്. അപ്പോൾ ഇതെല്ലാം ഈ 2 ആൺമക്കൾക്കും കൂടി ഉള്ളതാണ്. അപ്പോൾ മൂത്തയാൾ കല്യാണം കഴിച്ചു, വീട്ടിൽ വന്നു, വളരെ സന്തോഷമായിട്ട് അവർ ജീവിച്ചു വരുന്നു. അവർക്ക് ഒരു കുട്ടി അങ്ങോട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് അടുത്ത അനിയന് കല്യാണത്തിന് സമയമായി. അനിയനെ കല്യാണം കഴിപ്പിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ്, ആലോചനകളും കാര്യങ്ങളൊക്കെ നടന്നു വരുന്നു. ഈ അനിയനെ കല്യാണം കഴിപ്പിക്കാനുള്ളൊരു തീരുമാനം ഇങ്ങനെ എത്തിയപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ചേടത്തിക്ക് അത് അങ്ങോട്ട് തൃപ്തികരമാകുന്നില്ല. അതങ്ങോട്ട് അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ പല ന്യായങ്ങൾ പറഞ്ഞ് ഇതിനെ മുടക്കാൻ ശ്രമിക്കുന്നു, അനിയൻ ഒരു വിവാഹം കഴിക്കുന്നതിന്. പക്ഷെ അതിനു മുമ്പ് അപ്പോഴത്തേക്കാണ് മറ്റുള്ളവർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. അതായത് അച്ഛനും അമ്മയൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ഏറെ ഇവർ ഈ അനിയൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നുണ്ട്. അനിയൻ്റെ കാര്യത്തിൽ വളരെ ഉത്സാഹത്തോടു കൂടിയാണ് അവർ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് ഭർത്താവിന് രാവിലെ കാപ്പി കൊടുത്തില്ലെങ്കിൽ പോലും അനിയന് കാപ്പി കൊടുക്കും. അനിയൻ്റെ വസ്ത്രങ്ങൾ, അടിവസ്ത്രങ്ങൾ വരെ അവർ കഴുകി കൊടുക്കുന്നു. ജോലിക്ക് പോകുമ്പം ആഹാരമൊക്കെ പൊതിഞ്ഞു കെട്ടി ഹോട്ടലിൽ നിന്ന് കഴിപ്പിക്കാതെ കൊടുക്കാൻ, അതായത് ഒരു വളരെ ഉത്തരവാദിത്വത്തോടു കൂടി. അപ്പോൾ ഇവർ വിചാരിച്ചത് അനിയനാണല്ലോ, ഭർത്താവിൻ്റെ അനിയനല്ലേ. അപ്പോൾ ആ ഒരു വാത്സല്യത്തോടു കൂടി ആ ഒരു ഉത്തരവാദിത്വമാണ് ഈ സ്ത്രീ കാണിക്കുന്നത് എന്നാണ് അവർ കരുതിയത്. പക്ഷേ ഈ കല്യാണം ആലോചന തുടങ്ങി അതിനെ മുടക്കിയപ്പോൾ ഇവർക്ക് മനസ്സിലായി, അവരുടെ മനസ്സിൽ ഇയാളെ കൊണ്ട് മറ്റൊരു കല്യാണം കഴിപ്പിക്കണ്ട എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ വന്നു കയറിയ പെണ്ണിൻ്റെ വീട്ടുകാരും
വലിയ സ്വത്തൊന്നും അല്ലെങ്കിൽ സാമാന്യം ജീവിക്കാൻ പറ്റുന്ന സമ്പത്തും വകയൊക്കെ ഉള്ളവർ തന്നെയാണ്. അല്ല ഈ ചേട്ടത്തിയാരുടെ ഈ അനിയൻ്റെ വിവാഹം മുടക്കിക്കാനുള്ള ആ ഒരു നടപടി ഒക്കെ അങ്ങ് പ്രത്യക്ഷത്തിൽ പുറത്തായി പലരും അറിയുന്ന വിധത്തിലൊക്കെ ഇവരങ്ങ് നഖശികാന്തം ഭ്രാന്ത് പിടിച്ചെന്നൊക്കെ ഇവർ എതിർക്കുകയാണ്. പക്ഷേ ഈ എതിർപ്പിനെയൊക്കെ മറികടന്നുകൊണ്ടാണ് ആ വിവാഹ ആലോചന വീട്ടുകാർ മുന്നോട്ട് കൊണ്ടുപോയത്. അപ്പോൾ ഈ അനിയൻ തന്നെ അവൻ്റെ കൂട്ടുകാരോട് പലരോടും പറഞ്ഞിട്ടുണ്ട്, എന്നെ വിവാഹം കഴിപ്പിക്കാൻ ചേട്ടത്തി സമ്മതിക്കുന്നില്ല, ചേട്ടത്തി വളരെ മോശമായ രീതിയിൽ എനിക്ക് ഒരു പ്രലോഭനം ഉണ്ടാകുന്ന വിധത്തിലൊക്കെ ചേട്ടത്തി പലപ്പോഴും എന്നോട് ഇടപഴകുന്നുണ്ട്, ഇപ്പോഴും ഉണ്ട്. പക്ഷേ എനിക്കൊരു കുടുംബം വേണം, എനിക്കൊരു ഭാര്യ വേണം, ആ ചിന്തയോടുകൂടിയാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഞാൻ വിവാഹത്തിന് തയ്യാറായി ഇറങ്ങിയത് എന്ന് അയാളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളോട് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി അറിഞ്ഞു വന്നപ്പോഴത്തേക്ക് വീട്ടുകാർക്ക് മനസ്സിലായി ഇത് ഈ സ്ത്രീ വിവാഹം കഴിപ്പിക്കില്ല എന്നുള്ള കാര്യം. എന്തോ അവരൊരു സ്വാധീനം ചെലുത്തുന്നു, എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ലായിരുന്നത്. പക്ഷെ എന്തായാലും വീട്ടുകാരും അവർ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും കൂടി ചേർന്ന് ഈ പയ്യനൊരു ആലോചന കൊണ്ടുവന്നു. നല്ലൊരു പെൺകുട്ടി ആലോചിച്ചു, വിവാഹവും നടത്തി ഈ വീട്ടിൽ തന്നെ അവരെ കൊണ്ടുവന്ന് താമസമാക്കി. അപ്പം ഈ വിവാഹം കഴിഞ്ഞു വന്ന ആദ്യ നാളുകളിലൊക്കെ വലിയ കാര്യമായിട്ട് വലിയ വാത്സല്യത്തോടു കൂടി തന്നെയാണ് ഈ അനിയൻ്റെ ഭാര്യയോട് ഈ ചേട്ടത്തി ഇടപെട്ടത്. അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഈ വീട്ടിൽ അച്ഛനും അമ്മയ്ക്കും ഒരു സന്തോഷമായി. അവൾക്ക് അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ തന്നെ അതെല്ലാം കളഞ്ഞല്ലോ, ഇവളോട് കാര്യമായിട്ടല്ലോ ഇടപെടുന്നത് എന്നൊക്കെ മനസ്സിലായി. പക്ഷെ പിന്നീട് ഇവരൊരു വൈരാഗ്യ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്ന കണക്ക് മുന്നോട്ട് പോയി. അപ്പോഴത്തേക്ക് ഈ അച്ഛനും അമ്മയ്ക്ക് മനസ്സിലായി അനിയനും ചേട്ടനും കൂടെ ഈ വീട്ടിൽ താമസിക്കുന്ന അത്ര ശുഭകരമായ കാര്യമല്ല. കാരണം അവർ ആ സംഭവിച്ച കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു. പക്ഷെ അതൊന്നും എനിക്ക് തുറന്നു പറയാൻ പറ്റില്ല. കാര്യം ഈ സ്ത്രീ വളരെ വൾഗറായി തന്നെയാണ് അനിയനോട് ഇടപഴകുന്നത്. അനിയൻ്റെ ഭാര്യയും കൂടെ അവരുടെ റൂമിലിരിക്കുമ്പോൾ ഇവർ കാണിക്കുന്ന വെപ്രാളവും വേവലാതിയും ബഹളങ്ങളും അവർ പുറത്തിറക്കാൻ കാണിക്കുന്ന ചില തക്കട തരികട പരിപാടിയൊക്കെ വന്നപ്പോൾ അവർക്ക് തന്നെ ഒരു നാണക്കേടായി പോയിട്ട് അവരെന്തോന്ന് ചെയ്തു എന്ന് വെച്ചാൽ അവർക്ക് വേറൊരു സ്ഥലമുണ്ട്, അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീട് വാടകയ്ക്ക് കൊടുത്തിരുന്നു. ആ വീട് മാറ്റിയിട്ട് അത് അനിയൻ്റെ പേരിനാണ്, ഈ കല്യാണം കഴിഞ്ഞ് വന്ന എൻ്റെ പേരിന്. ആ വാടകക്കാരെ മാറ്റിയതിന് ശേഷം അനിയനെയും ഈ പെണ്ണിനെയും കൂടെ പുതുപ്പെണ്ണിനെയും കൂടെ ഇവർ നേരെ അവിടെ കൊണ്ട് താമസമാക്കി. പക്ഷെ അവിടെ താമസമാക്കി കഴിഞ്ഞതിന് ശേഷം സ്ഥിരമായിട്ട് അവിടെ ഒരു ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും എന്തെങ്കിലും കാരണം പറഞ്ഞ്, വലിയ ദൂരമൊന്നുമില്ല, ഏകദേശം അടുത്തടുത്താണ്, അവിടെ പോവും, എന്തെങ്കിലും സ്പെഷ്യൽ ആഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്ന് കൊടുക്കും. ഇതിനകത്ത് വരുന്ന മറ്റൊരു രസം, ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്ക്, അതായത് മൂത്തയാൾ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടിയുടെ ആൾക്കാരും ഈ മകള് പറയുന്ന അനുസരിച്ച് നിൽക്കുള്ളൂ. അതായത് ആദ്യം തന്നെ ഈ രണ്ടാമത്തെ ആളിനെ കല്യാണം കഴിപ്പിക്കാതെ ഇരിക്കാനുള്ള കാര്യത്തിൽ അവരുമൊക്കെ ഒരുപാട് പങ്കെടുത്തു, അതായത് കഴിപ്പിക്കാതെ ഇരിക്കുവാനായിട്ട്. പിന്നെ അവർ തന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആഹാരങ്ങളെല്ലാം വെച്ച് കൊണ്ടുവന്ന് ഈ അതായത് അനിയൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാൻ വേണ്ടി വീട്ടിൽ കൊണ്ടുവന്ന് കൊടുക്കുന്നു. അത് ഈ ജ്യേഷ്ഠത്തെ പെട്ടെന്ന് തന്നെ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്നു, നിർബന്ധപൂർവ്വം അവരെ കഴിപ്പിക്കുന്നു. പക്ഷേ അപ്പോഴൊന്നും ഇവരുടെ മനസ്സിൽ മറ്റൊരു ചിന്താഗതി കാര്യങ്ങൾ, അതായത് മനസ്സിൽ വൈരാഗ്യം ഉണ്ടായിരിക്കാം എന്ന് അതിൻ്റെ പേരിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടെന്നുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഒരു മോശമായ പ്രവൃത്തി കാണിക്കുമെന്ന് ഇവർക്ക് ആർക്കും ഒരു വിശ്വാസവും ഇല്ല. കാര്യം സ്വന്തം മക്കളുടെ ഭാര്യമാരല്ലേ, മരുമക്കളല്ലേ. പക്ഷേ അങ്ങോട്ട് പോകവേ ഈ അനിയനിലൊരു ചെറിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു പെണ്ണായി മാറി. ഞാനിത് പറയാൻ കാര്യം ഇതുപോലെ വേറെ ഒരുപാട് കേസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവന് പിന്നീട് ഈ പറഞ്ഞതുപോലെ ജോലിക്ക് പോകുന്നില്ല, മുണ്ടുടുക്കും. പക്ഷെ മുണ്ടുടുക്കുന്നതിന് മുമ്പ് അടിയിൽ സ്കർട്ട് എന്തെങ്കിലും എടുത്തിടുന്നു. സ്ത്രീകളെ പോലെ അങ്ങനെ പെരുമാറ്റവും നടപ്പും നോട്ടവും സംസാരങ്ങളും പുരുഷന്മാരുടെ അടുത്ത് നാണിച്ചേ ചെന്ന് നിൽക്കുള്ളൂ. പുരുഷന്മാരെ കാണുമ്പോൾ ഒരു വല്ലാത്ത നാണം. അതായത് പടിയായിട്ട് ഇവനിങ്ങനെ ഒരു സ്ത്രീയായി മാറുന്നൊരു അവസ്ഥ. കുറേ നാളം കൊണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിൽ നിന്ന് അവൻ കുറയുന്നില്ല, കൂടി വന്നിട്ട് അവസാനം ഇവൻ കണ്ണും പുരുക എഴുതുന്നു, പൊട്ടു തൊടുന്നു, സ്ത്രീകൾ ഒരുങ്ങും പോലെയൊക്കെ ഇവൻ ഒരുങ്ങുന്നു. ഇങ്ങനെ മുടി രണ്ട് ഭാഗത്തേക്കും കുറച്ച് മുടിയുണ്ട്, കോതിയിട്ട് സ്ത്രീകളെ പോലെ പോകുന്നു. ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ഇവനെത്തി. അതിനോടൊപ്പം ഇവൻ ആത്മഹത്യ ചെയ്യണം, അങ്ങനെ ഒരു മാനസികാവസ്ഥ ഇവനുണ്ടാകുന്നു. അപ്പോൾ എന്താണ് ഇവന് ഇങ്ങനെ ഒരു മാറ്റം? അതായത് നോക്കി നിൽക്കവേ ക്രമേണ ഇവൻ ഇങ്ങനെ ഒരു സ്ത്രീയായി മാറുന്നു. അപ്പം ഭാര്യയുടെ അടുത്ത് സ്ത്രീകളൊക്കെ ചോദിച്ചു. അപ്പം പറയുന്നു അയാളിപ്പം പുരുഷനല്ല, അയാൾക്ക് അങ്ങനൊരു ചിന്തയില്ല,
അയാൾ എപ്പോഴും സ്ത്രീയായി ഇടപഴകുന്നു. അയാളങ്ങനെ പൂർണ്ണമായും ഒരു സ്ത്രീയായി മാറിക്കഴിഞ്ഞു. ഇവരാദ്യം ഡോക്ടറെയൊക്കെ പോയി കണ്ടു. ഡോക്ടർ പരിശോധിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു ഇതങ്ങനെ വേറെ കുഴപ്പമൊന്നുമുള്ളതല്ല, രോഗമായിട്ടൊന്നും കാണുന്നില്ല. അപ്പം ഈ ഒരു സ്ത്രീയായിട്ട് മാറുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ഹോർമോൺ ചേഞ്ച് ആണല്ലോ അങ്ങനെ വരുന്നത്. പക്ഷെ ഡോക്ടർ പരിശോധിച്ചിട്ട് അങ്ങനെയൊന്നുമില്ല, അയാളൊരു പൂർണ്ണ ആരോഗ്യമുള്ള പുരുഷൻ തന്നെയാണ്. പക്ഷെ അയാളുടെ പ്രകടനങ്ങൾ മാത്രമാണ് ഇങ്ങനെയായി മാറുന്നത്. അങ്ങനെ ഡോക്ടർമാർ അവസാനം അവരുടെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ഇത് മറ്റെന്തെങ്കിലും ദോഷമാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞു വിടുകയും അങ്ങനെ അവർ എവിടെയൊക്കെ പോയി ആ വഴിക്ക് എൻ്റെ അടുത്തും വരുന്നു. അപ്പോൾ പരിശോധിക്കുമ്പോൾ ഈ സ്ത്രീ സ്വഭാവം കാണിക്കുന്ന യവനിൽ ഒരു സ്ത്രീയുടെ ആത്മാവ് കയറിയിരിക്കുന്നു. ശരിക്കും പച്ച മലയാളത്തിൽ പറഞ്ഞാൽ യവനൊരു പ്രേതം പിടിച്ചു, ഒരു സ്ത്രീയുടെ പ്രേതം പിടിച്ചു. ഈ പ്രേതം എങ്ങനെ വന്നു? അപ്പോൾ ഇത് നമ്മൾ അവിടെ ഇരുന്ന് അതിനെക്കുറിച്ച് പരിശോധിക്കുന്ന, എല്ലാവരോടും സംസാരിക്കുന്നു. അപ്പോൾ ഇവനിലേക്ക് ഒരു സ്ത്രീയുടെ പ്രേതം കയറി എന്നത് നമുക്ക് മനസ്സിലായി. അത് അവർക്കും മനസ്സിലായി. ഇവൻ്റെ ഈ ചേഷ്ടകളും കാര്യങ്ങളും ഇതൊരു സ്ത്രീയാണ്, സ്വബോധത്തോടു കൂടിയല്ല അവൻ കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു സ്ത്രീയുടെ പ്രേതം അവനെ പിടിച്ചു. അത് രാശിയിൽ കണ്ടു, അത് അവർ സമ്മതിക്കുന്നു. പക്ഷേ ഇതെങ്ങനെ പിടിച്ചു? അപ്പോൾ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നമ്മൾ യാത്ര പോകുന്ന വഴിക്കോ അങ്ങനെ എന്തെങ്കിലും ഇത് നമ്മൾ പോലും അറിയാതെ നമ്മളിലേക്ക് കയറാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ, അല്ലെങ്കിൽ നമുക്ക് ശത്രുത തോന്നുന്ന ഒരാൾ ഇത് നമ്മളിലേക്ക് കയറ്റിവിടാം. അങ്ങനെ ഒരു 2 കാര്യങ്ങൾ വഴിയാണ് ഇത് അധികമായും ഒരു മനുഷ്യ ശരീരത്തിലേക്ക് ഈ പ്രേതം അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആത്മാവ് കയറുന്നത്. ഇത് ആദ്യത്തേതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സംശയം. അവരും പറഞ്ഞു ഇവനിങ്ങനെ രാത്രി യാത്രയും കാര്യങ്ങളും കൂട്ടുകാരോട്ട് പുറത്തു പോകലും അല്പം യാത്രയൊക്കെ ഉള്ളവനാണ്. അങ്ങനെ എന്തെങ്കിലും വന്നതായിരിക്കാനുള്ള സാധ്യതയുണ്ടോ? രാശി നോക്കുമ്പോൾ കണ്ടെത്താൻ പറ്റുന്നില്ല. അതൊരു നമുക്കൊരു വല്ലാത്തൊരു പ്രതിസന്ധിയായിപ്പോയി. മിക്കവാറും ഉള്ളത് കണ്ടെത്താൻ പറ്റും എങ്ങനെ വന്നു എന്നുള്ളത്. പക്ഷേ ഇത് അവന് യാത്രാമധ്യേ കിട്ടിയതാണോ, അത് മറ്റാരെങ്കിലും അവൻ്റെ ഒരു ശത്രുസ്ഥാനത്ത് നിന്നുകൊണ്ട് ഏതെങ്കിലും ദുർമന്ത്രവാദികളെ കൊണ്ട് എന്തെങ്കിലും ഇതിനുള്ള ആത്മാക്കളെ അവൻ്റെ ശരീരത്തിൽ കയറ്റി വിട്ടതാണോ, അതും കണ്ടെത്താൻ പറ്റുന്നില്ല. അങ്ങനെ രാശിയിൽ തെളിയാതെ വന്നപ്പോൾ പിന്നെ ഞാൻ തന്നെ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്കൊരു പൂജ നടത്താം. ഒരു പൂജ നടത്തിയതിന് ശേഷം പൂജയിൽ വെച്ചിട്ട് ഇവൻ്റെ ശരീരത്തിലേക്ക് ഈ ആത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് നമുക്ക് തന്നെ അതിനോട് ചോദിച്ചു മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ ഈ പ്രേത സംഭവങ്ങൾ പറയുമ്പോൾ എല്ലാവരും ഇത് കേട്ടതിന് ശേഷം അവരുടെ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ പറയും ശരീരത്ത് വരുത്തി പറയിപ്പിച്ചിട്ട് വിട്ടാൽ മതി, ഇത് ഏതാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അവർക്ക് കഥ കേൾക്കാനൊരു എന്താണ് സംഭവം എന്ന് അതിൻ്റെ വായിന്നത് കേൾക്കാനുള്ളതാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, യഥാർത്ഥത്തിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെ ആത്മാവിനെ വിളിച്ചു വരുത്തരുത്. വന്നു പോയതിനെ അതിൻ്റെ ഇങ്ങനൊരു പ്രകടമായ ഒരു അവസ്ഥയിലേക്ക്, അതായത് ഇങ്ങനൊരു ശരീരത്തിൽ വന്ന് സംസാരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് എത്താതെ തന്നെ ഇതിനെ നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും ബുദ്ധി, അല്ലെങ്കിൽ ഭാവിയിലേക്ക് ഏറ്റവും നല്ലത്. ഇത് ഒരിക്കൽ ശരീരത്തിൽ വന്നു പോയാൽ പിന്നെ ബുദ്ധിമുട്ടുണ്ടാക്കും. പക്ഷെ അതുകൊണ്ട് മിക്ക കേസുകളിലും, ഞാൻ പോകുന്ന മിക്ക കേസുകളിലും ശരീരത്തിൽ വരുത്താറില്ല. വരുത്താതെ തന്നെ ഇതിനെ ആവാഹിച്ചു മാറ്റി ഞങ്ങൾ കൊണ്ടുപോകുന്ന ഏർപ്പാടാണ്. പക്ഷേ ഇതുപോലുള്ള ചില സന്ദർഭങ്ങൾ, പക്ഷേ ഈ കേസിൽ വരുത്താതെ പറ്റില്ല. ഇത് ശരീരത്തിൽ വന്നാൽ മാത്രമേ ഇത് എങ്ങനെ വന്നു എന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് അല്ലാതെ നമുക്ക് രാശി വഴി കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എല്ലാവരും കൂടി സമ്മതിച്ച് പൂജ തീരുമാനിക്കുന്നു. പൂജാ ദിവസം ഇയാൾ അവിടെ കൊണ്ടിരുത്തുന്നു. നമ്മൾ പൂജാ കാര്യങ്ങൾ തുടങ്ങി കളത്തിലേക്ക് വന്നിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് ഈ സാധനത്തിനെ വരുത്തിയപ്പോൾ ഇത് വന്നു. വളരെ പെട്ടെന്ന് വന്നിട്ട് സ്ത്രീയാണത്, ശരിക്കും വന്നു കഴിഞ്ഞു. ഈ സംസാരം തുടങ്ങിയപ്പോൾ അതുവരെ യവൻ്റെ ശബ്ദം തന്നെയാണ്. പക്ഷേ ഈ ശരീരത്ത് വന്നതിന് ശേഷം സംസാരിച്ചപ്പോൾ ശരിക്കും നല്ല ഒരു കിളിനാഥം, ഒരു സ്ത്രീയുടെ അതേ ശബ്ദം. അപ്പം നമുക്ക് ചില പുരുഷന്മാർ സ്ത്രീയുടെ ശബ്ദം പിടിക്കും സംസാരിച്ച്, അത് നമുക്ക് കേൾക്കുമ്പോൾ അറിയാം. പക്ഷേ ഇതങ്ങനെയല്ല. ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ടു പോകുന്നത് യവൻ്റെ ഉള്ളിൽ ഒരു സ്ത്രീ ഇരുന്നിട്ട് സംസാരിക്കും പോലെയാണ് വന്നത്. അങ്ങനെ കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ചുരുക്കി പറയാം, ഒരുപാട് സംഭവങ്ങൾ ഇതിനകത്ത് പറയാനുണ്ട്. പക്ഷേ അതൊന്നും പറഞ്ഞാൽ ഒരു എപ്പിസോഡിൽ തീരില്ല. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം. ശരീരത്തിൽ വന്നിരുന്നു, സംസാരം തുടങ്ങി. ഇത് ആരാണെന്ന് അന്വേഷിക്കുമ്പോൾ ഇത് പറയുന്നുണ്ട് എത്രയോ വർഷത്തിന് മുമ്പ് മരിച്ചുപോയ ഒരു ആത്മാവാണ് ഇത്. ഈ ആത്മാവിനെ, ഒരു സ്ത്രീയുടെ ആത്മാവ് ആത്മഹത്യ ചെയ്താണ്. അപ്പോൾ ഇതിനെ ഒരാൾ കൈവശപ്പെടുത്തി വെച്ചിരുന്നു. ഈ ആത്മാവിനെ അയാൾ ആവാഹിച്ച് വെച്ചിരുന്നു. ഇതിൻ്റെ സഹായം തേടി ഒരു സ്ത്രീ അവിടെ ചെല്ലുകയും, അതായത് ഒരു ദുർമന്ത്രവാദിയുടെ അടുത്താണ് ഇതിരുന്നെങ്കിൽ ആ ദുർമന്ത്രവാദിയുടെ അടുത്ത് ഇതുപോലുള്ള ഒരു ആത്മാവിൻ്റെ സഹായം തേടി ഒരു സ്ത്രീ അവിടെ ചെല്ലുകയും അവരാവശ്യപ്പെട്ടത് ഇതൊരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറ്റണം. ഇതുപോലെ എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു ആത്മാവിനെ ഒരു പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറ്റിവിടണം. കയറ്റിവിട്ടിട്ട് അവൾ
ആ വീട് വിട്ട് ഓടണം, ആ വീട് വിട്ടവൾ പോകണം, അവളെല്ലാവരും വെറുക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഒരു മന്ത്രവാദി മറ്റൊരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഇതിനെ ഈ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടത്. അപ്പം ഈ വീട്ടിലേക്ക് ഏത് പെൺകുട്ടിയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് പറയുന്നത് ഈ ശരീരത്തിൻ്റെ ഭാര്യാസ്ഥാനത്ത് നിൽക്കുന്ന സ്ത്രീയിലേക്ക് കയറാനാണ് എന്നെ പറഞ്ഞു വിട്ടത്. അപ്പം ഇപ്പോൾ മനസ്സിലായല്ലോ, ഈ ഇരിക്കുന്നവൻ്റെ അതായത് അനിയൻ്റെ ഭാര്യയുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഒരു മന്ത്രവാദി ഏതോ ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരം ഈ ആത്മാവിനെ, ഈ പ്രേതത്തിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത ചോദ്യം, എങ്കിൽ പിന്നെ നീ എന്തുകൊണ്ട് ആ ശരീരത്തെ കയറിയില്ല? അപ്പോഴാണ് പറയുന്നത്, നല്ല പവർ, അതായത് എനിക്ക് അങ്ങോട്ട് കയറാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള അതിശക്തമായിട്ടുള്ള ഈശ്വരാധീനം, അത് കുടുംബ ദേവതമാരുടെ അനുഗ്രഹമാണ് കേട്ടോ. അതുകൊണ്ട് എനിക്ക് ആ ശരീരത്തിലേക്ക് കയറാൻ പറ്റിയില്ല. പക്ഷെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഈ ശരീരത്തിലെങ്കിലും കയറിയേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ ഈ ശരീരത്തിലേക്ക് കയറിയത്. ഒന്നുകൂടി വിശദീകരിച്ച് തരാം. ഈ മന്ത്രവാദി പറഞ്ഞു വിട്ടത് ഈ അനിയൻ്റെ ഭാര്യയുടെ ശരീരത്തിലേക്ക് കയറാനായിട്ട്. പക്ഷെ വന്നപ്പോൾ ആ പെൺകുട്ടിയുടെ കുടുംബപരമായിട്ടുള്ള ഈശ്വരാധീനം കൊണ്ട് ആ ശരീരത്തിലേക്ക് ഇതിനെ കയറാൻ പറ്റിയില്ല. പക്ഷെ വന്നതുകൊണ്ട് ആ കുട്ടിയെ ഇവിടെ നിന്ന് ഓടിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ശരീരത്തെ കയറിയേ പറ്റും. അതുകൊണ്ട് ഈ ഭർത്താവായ ഈ അനിയൻ്റെ ശരീരത്തിലേക്ക് കയറി. പക്ഷെ കയറിക്കഴിഞ്ഞപ്പോൾ അത് എൻ്റെ യഥാർത്ഥ ആ സ്ത്രീയുടെ സ്വഭാവമാണ് പിന്നെ കാണിച്ചത്. അക്രമാസക്തമൊന്നും ആയി തുടങ്ങിയില്ല, അതിന് മുമ്പ് തന്നെ നമുക്കിത് പരിഹരിക്കാൻ പറ്റി. അപ്പോൾ ഇതിൻ്റെ ആ ഉദ്ദേശം നടത്തുവാൻ വേണ്ടിയിട്ട് ഈ അനിയൻ്റെ ശരീരത്തിൽ വന്ന് ഈ സ്ത്രീയായിട്ട് അത് രൂപാന്തരം പ്രാപിച്ച് വരികയായിരുന്നു. വന്നതിന് ശേഷം എങ്ങനെയായാലും ഈ പെൺകുട്ടി അത് അവിടെ നിന്നും നാട് കടത്തുമായിരുന്നു. പക്ഷെ അതിനുള്ള അവസരമൊന്നും കിട്ടിയില്ല. അതിനു മുമ്പ് ഇതിനെ ഞങ്ങൾ ഒഴിവാക്കി എന്നുള്ളതാണ്. അപ്പോൾ പിന്നീടാണ് മനസ്സിലാകുന്നത്, ഈ പോയ സ്ത്രീ ആരാണെന്നൊന്നും അറിയില്ല, ഈ ജ്യേഷ്ഠൻ്റെ ഭാര്യ ആണ് ഈ കാര്യങ്ങൾ ഒപ്പിച്ചു കൊണ്ടുവന്ന് ഈ പറഞ്ഞ അനിയത്തിയുടെ ഉള്ളിലേക്ക് ഇതിനെ കയറ്റിവിട്ടത്. അപ്പോൾ ഏതോ ഒരു മന്ത്രവാദിയുടെ അടുത്ത് പോയി ദുർമന്ത്രവാദം ചെയ്ത് എന്നിങ്ങനെയൊക്കെയോ ആഹാരത്തിൽ കൂടിയോ മറ്റേതോ വിധത്തിലൊക്കെ ഇതിനെ അവിടെ കൊണ്ടുവന്നിട്ട് ഈ പാവപ്പെട്ട് പിടിച്ച പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് കയറ്റുകയും അത് പിന്നീട് അനിയത്തിയുടെ ശരീരത്തെ കയറാൻ വേണ്ടിയിട്ടാണ് ഇവരെ കൊണ്ടുവന്നത്. പക്ഷേ അതിന് സാധിക്കാതെ വന്നപ്പോൾ അത് ഏറ്റെടുത്ത ജോലിയിൽ അത്ര ഉത്തരവാദിത്വം കാണിച്ചത് കൊണ്ടായിരിക്കാം അനിയത്തി അല്ലെങ്കിൽ അനിയൻ്റെ ശരീരത്തിൽ കയറിയത്. അങ്ങനെ അതിനെ ഒഴിവാക്കി. അപ്പോഴത്തേക്കും ആ വീട്ടുകാർ, അപ്പം ഇതാരാണ് ഇത് ചെയ്തതെന്ന് ഈ വന്ന സാധനം പറഞ്ഞില്ല. ഞാനിട്ടത് പറയിപ്പിക്കാൻ ശ്രമിച്ചില്ല. പറഞ്ഞു വന്നപ്പോൾ എനിക്ക് തന്നെ മനസ്സിലായി. പക്ഷെ അവർക്കൊക്കെ മനസ്സിലായി ഇതാരായിരിക്കും ചെയ്തതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു, ഇത് ചെയ്തവർക്ക് തന്നെ തിരിച്ചടിക്കണം, അതുകൊണ്ട് ആ രീതിയിൽ വേണം ഇതിനെ പറഞ്ഞു വിടാനെന്ന് പറഞ്ഞു. അപ്പോൾ അത് നടക്കത്തില്ല എന്ന് പറയും. കാര്യം ഞാൻ ദേവതമാരെ ഇരുത്തിയാണ് ഇതിനെ ആവാഹിക്കുന്നതും ഇതിനെ കൊണ്ട് ഇത്തരം പറയിപ്പിക്കുന്നതും. അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ അവരുടെ കാൽക്കീഴിലാണ് നമ്മൾ നിൽക്കേണ്ടത്. അവരുടെ അടുത്തൊരു നിർദ്ദേശം കൊടുക്കാൻ പാടില്ല. ഇതിനെ ഇന്ന ഭാഗത്തേക്ക് പറഞ്ഞിട്ട് അവിടെയും ഇതുപോലെ ഒരു ദുരന്തം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ അതെനിക്ക് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും എൻ്റെ ദേവതമാരോട്, ദൈവങ്ങളോട് ഞാൻ ഒരു ആജ്ഞാപിക്കാറില്ല. അപ്പം അവർ നിർബന്ധിച്ചു. പക്ഷെ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല. അപ്പം ഞാനത് പറയാൻ, ഒന്ന്, ദൈവത്തിനോട് എനിക്ക് ആജ്ഞാപിക്കാൻ സാധിക്കില്ല. രണ്ട്, ഈ സാധനത്തിനെ ഈ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കി വിട്ടാൽ ആരാണോ ചെയ്യിപ്പിച്ചത് അവിടെ മാത്രമേ ഇതിന് പോകാൻ സാധിക്കൂ. വേറൊരു ഭാഗത്തും ഇതിന് പോകാൻ സാധിക്കില്ല. ഇവിടുത്തെ ഡ്യൂട്ടി തീർക്കുന്നതിന് മുമ്പ് ഇതിനെ ഇവിടെ നിന്ന് നമ്മൾ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അവിടെ ചെല്ലും. പിന്നെ ചിലപ്പോൾ താമസം ഉണ്ടാകും. കാര്യം അവരുടെ സമയത്തിൻ്റെ ഗുണം കൊണ്ടോ അല്ലെ മറ്റേതെങ്കിലും വിധത്തിൽ തടസ്സങ്ങൾ ഉള്ളത് കൊണ്ടോ ഇത് മാറി നിൽക്കും. അവരെവിടെ പോയാലും ഒരു കൈ അകലത്തിൽ ഈ സാധനം അവരുടെ ചുറ്റിനും ഉണ്ടായിരിക്കും. എപ്പോഴാണോ അനുകൂലമായൊരു സാഹചര്യം വരുന്ന ആ സമയത്തിന് ഇത് ഉള്ളിലേക്ക് കയറും. അങ്ങനെ കയറുമ്പോൾ ഈ കാണിച്ച ലക്ഷണങ്ങളായിരിക്കില്ല അന്ന് അവിടെ കാണിക്കുന്നത്. അങ്ങനെ ഇതിനെ ഒഴിവാക്കി വിട്ടു. കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അറിയാൻ സാധിക്കുന്നു, ഈ ജ്യേഷ്ഠത്തിക്ക് ഭ്രാന്ത് മൂത്ത് വരുന്നൊരവസ്ഥ. ഡിപ്രഷൻ കൂടി, ഭ്രാന്ത് പിടിച്ചു. അങ്ങനെ എന്തൊക്കെ ആയി തീർന്നെന്ന് അറിഞ്ഞില്ല. പക്ഷേ അവർക്ക് തന്നെ അത് പണിയായി. ഈ ശരീരത്തിലേക്ക് വന്ന് എന്താണോ കാണിക്കാൻ ഉദ്ദേശിച്ചത് അത് തന്നെ ആ ശരീരത്തിലേക്ക് കയറി. അത് പിന്നെ അവർ ആത്മഹത്യ ചെയ്തോ ജീവിച്ചിരിക്കുന്നോ എന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ അവർക്ക് മുഴു ഭ്രാന്തായതായിട്ട് ഞാൻ അറിഞ്ഞു. അപ്പം ഞാനിത് പറയാൻ കാര്യം, നമ്മൾ ആരെയും ദ്രോഹിക്കാൻ പോകരുത്. ഇപ്പം ഈ ജ്യേഷ്ഠത്തി എന്താണ് ചെയ്തത്? ഈ അനിയനെ കല്യാണം കഴിപ്പിക്കാതെ ഈ സ്വത്തെല്ലാം കൂടി അവരുടെ കുട്ടികൾക്കും അവർക്കും കിട്ടുക. അനിയൻ കല്യാണം കഴിക്കാതിരുന്ന പിന്നെ ഇത് പുറത്തു പോകില്ലല്ലോ. ഇതെല്ലാം കൂടി ഒപ്പിച്ചെടുക്കാനൊരു ശ്രമമാണ് അവർ നടത്തിയത്. പണ്ടെന്ന് വെച്ചാൽ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് തന്നെ ഇതുപോലെ തന്നെ സ്വത്ത് പുറത്തു പോകാതിരിക്കാൻ വേണ്ടി അനിയനെ കൊണ്ട്
അനിയനെയും ചേട്ടനെയും കൊണ്ട് ഒരു പെണ്ണ് കെട്ടിച്ച ആൾക്കാരുമുണ്ട്. തിരിച്ചു മറിച്ചുമൊക്കെ അങ്ങനെ ചെയ്യുന്നവരുണ്ട്. ഒരു സ്വത്ത് പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് എന്ത് മാനസികാവസ്ഥയാണ് അവർക്കെന്ന് വെച്ചാൽ നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ ഉണ്ടായ ഒരു സംഭവം. ഇതിനെ പിന്നെ പൂർണ്ണമായും ഒഴിവാക്കി കൊടുത്തു. അനിയനും ഭാര്യ സന്തോഷമായിട്ട് ജീവിച്ചു. അവർക്ക് പിന്നീട് കുട്ടികളൊക്കെ ആയി എന്നാണ് പിന്നെ അറിയാൻ സാധിച്ചത്. ഈ ജ്യേഷ്ഠത്തിൻ്റെ കേസ് കേട്ട് പിന്നെ എന്തായെന്ന് പൂർണ്ണമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അപ്പം നമ്മൾ ഇതുപോലുള്ള ശത്രുദോഷങ്ങളോ അല്ലെങ്കിൽ ഈ കൂടപത്രങ്ങളോ കൂടപത്രം ചെയ്ത് കണക്ക് പ്രേതങ്ങളെ കയറ്റിവിടുന്ന ഏർപ്പാട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്നായാലും നമുക്കത് തിരിച്ചടിക്കും. അപ്പോൾ ആദ്യം ഞാനൊരു സംഭവം പറഞ്ഞു. ഒരു ഭാര്യയും ഭർത്താവും അല്ലാതെ ഒരു കുടുംബത്തിൻ്റെ ഒരു കൂട്ടുകാരി ആ കുടുംബത്തിൻ്റെ തെറ്റിച്ച സംഭവം. ആ സ്ത്രീ അതായത് ഈ ഭാര്യ തെറ്റിപ്പിരിഞ്ഞ ഭാര്യ കാണിക്കുന്നതും ഇതേ കണക്കുള്ള ചില ലക്ഷണങ്ങളാണ്. ഭ്രാന്ത് പിടിച്ച വേലകളൊക്കെയാണ് അവർ കാണിക്കുന്നത്. കാര്യം അവർ വിശ്വസിച്ച ഭർത്താവ്, ആ ഭർത്താവിനെ കുറിച്ചൊക്കെ മോശമായി സംസാരിക്കുമ്പോൾ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല. അവരുടെ നിയന്ത്രണം വിട്ടുപോയി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഭാര്യയ്ക്ക് ഭർത്താവിനോട് എന്തുമാത്രം സ്നേഹമുണ്ടെന്നും അപ്പോൾ ഭർത്താവ് മോശക്കാരനാണെന്ന് പറഞ്ഞാൽ, അതായത് ഈ കൂട്ടുകാരി പറഞ്ഞാൽ ഇവിടെ വിശ്വസിക്കും, ഈ സ്ത്രീ വിശ്വസിക്കും. ആ വിശ്വാസത്തെയാണ് അവർ മുതലെടുത്ത് ഒരു മാനസിക വിഷയം ഉണ്ടാക്കി കൊടുത്തു വിട്ടത്. അതും നമ്മൾ വിചാരിക്കും പ്രേതം പിടിച്ചതോ അല്ലെങ്കിൽ ശത്രുദോഷങ്ങളോ കൂടപത്രമാണെന്ന് വിചാരിക്കും. ഇതേ കണക്കുള്ള ലക്ഷണങ്ങളൊന്നും ആദ്യം നമ്മൾ ഓടിപ്പോണ്ടത് ഡോക്ടറെ അടുത്ത് തന്നെയാണ്. ഡോക്ടർ കൃത്യമായി പരിശോധിച്ച് അത് രോഗാവസ്ഥ അല്ല എന്ന് പറഞ്ഞാൽ മാത്രമേ ഞങ്ങളെപ്പോലുള്ളവരെ വന്ന് കണ്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യുവാനും പാടുള്ളൂ. ഞാൻ ഈ പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം, അത് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീഷ്യൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. 1-2 ചെറിയ നിബന്ധനകളുണ്ടായിരിക്കും. അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിൻ്റെ മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ തിരിച്ച് വിളിക്കുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ ഇതുപോലുള്ള പ്രേതബാധ ദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ട്, അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ നേരിട്ട് അവിടെ വന്ന് കണ്ടാൽ അതിൻ്റെ പൂർണ്ണമായും കണ്ട് പരിശോധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനെ പൂർണ്ണമായി ഞാൻ മാറ്റിത്തരികയും ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് ജ്യോതിഷം നേരിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ, ഓൺലൈൻ വഴി അല്ലാതെ നേരിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തിരുവനന്തപുരത്ത് വന്നാൽ മതി. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിൽ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ നിങ്ങൾക്ക് ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ്. എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടത് എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.